കർഷക മോർച്ച തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോട്ടുകുറിശി കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കർഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വ്യക്തമായി. അവരുടെ വിഷമത്തില് കൂട്ടായി അവരുടെ കൂടപ്പിറപ്പായി നമ്മൾ നിന്നുകൊണ്ട് തോളിക്കയറ്റി നിന്നുകൊണ്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ ശക്തമായ സമരം കൃഷിഭവനിക്ക് മാത്രമല്ല, കൃഷി ഓഫീസുകൾക്ക് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളെയും വ്യാപിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്ന ഉറപ്പ് തരികയാണ്. ഇവിടെ കേരള സർക്കാരിന് വിവിധ വകുപ്പുകളുണ്ട്. കൃഷി വകുപ്പുണ്ട്, കൃഷി മന്ത്രിയുണ്ട്, കൃഷി ഭവനുണ്ട് തുടങ്ങി കൃഷിയായി ബന്ധപ്പെട്ട് കൃഷിയെ പഠിക്കാൻ വേണ്ടി പുതിയ മന്ത്രിസഭകളിലെ രാജാക്കന്മാരായ മന്ത്രിമാർ വിദേശ പര്യടനം നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പിക അനാവശ്യമായി കുടുംബത്തോടു കൂടി പോവുകയാണ് വിദേശത്തേക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കാനാണത്രേ. നമുക്കറിയാം ഇപ്പോൾ കൃഷിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ദൈനംദിനം കൃഷി താഴോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കൃഷിയെക്കുറിച്ച് വ്യക്തമായി സദാനന്ദേട്ടനും അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കർഷകരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ സമരപരിപാടി കർഷക മോർച്ചയുടെ നേതൃത്വത്തിലും അതേപോലെ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നെൽകർഷകരെ ബാധിക്കുന്ന PRS വായ്പ നിർത്തലാക്കുക, കർഷകരുടെ നെൽ സംഭരിക്കുന്ന തുക നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക മോർച്ച തരൂർ മണ്ഡലം കമ്മിറ്റി പെരിങ്ങോട്ടുകുറിശി കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കർഷകർക്ക് നാളെ നമുക്കൊരു ആവശ്യത്തിൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഈ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാധിക്കും. ഞങ്ങളുടെ ആവശ്യം പറയുന്നത് PRS വായ്പ നിർത്തലാക്കുക, കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ വരുന്ന ഒരു സംവിധാനം വേണം. കാരണം ഇതിൽ കൃഷിക്കാർ മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് നെല്ല് എടുത്തു പോയിട്ട് മാസക്കണക്ക് കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഈ കാനറ ബാങ്ക് SBI ബാങ്കിലേക്ക് ഇത് നമുക്ക് പൈസ തരാനുള്ള സംവിധാനം തരുന്നത്. പാവപ്പെട്ട കർഷകർ 65-75 വയസ്സായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും അതിൻ്റെ പേർക്കായിരിക്കും ഈ കൃഷി ഭൂമി ഉള്ളത്. അപ്പോൾ ആ ആളുകൾക്ക് തിരിച്ച് ഈ നെല്ല് കയറി പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും വീണ്ടും ഈ ഇപ്പോൾ തോൽന്നൂർ ഭാഗത്ത് വന്നിട്ട് SBI ബാങ്ക് കാനറ ബാങ്ക് തോൽന്നൂർ മേഖലയിലില്ല, പുതിയൊരു ഭാഗത്ത്. അപ്പോൾ ആ ഭാഗത്തുള്ള ഈ പാവപ്പെട്ട കർഷകർ ഈ PRS കൊണ്ടുവന്ന് ഈ കോട്ടയിലുള്ള SBIയിലും കാനറ ബാങ്കുകളിലും വന്ന് ബുദ്ധിമുട്ടി. പിന്നെ ആ ഒരു വിഷയം ഈ ബാങ്കിൽ വരുന്ന സമയത്ത് ബാങ്കുകാർ അതിൻ്റെ ഒരു ഡിലേ ആക്കണം. നമ്മളവിടെ വിളിച്ചു കെട്ടി ഈ PRS വാങ്ങി ലോണിൽ ഒരു 10-15 ഫോമുകളിൽ നമ്മൾ ഒപ്പിട്ട് അത് ഗവൺമെൻറ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പൈസയ്ക്ക് ബാധ്യത കർഷകനാണ് മറ്റുള്ള ഫോമാണ് ഒപ്പിട്ട് വാങ്ങുന്നത്. പക്ഷേ ഈ പാവം കർഷകർ പൈസ കിട്ടുന്ന ബേജാറിൽ അവർ പറഞ്ഞ ഫോമിൽ മുഴുവൻ ഒപ്പിട്ട് വരികയാണ്. പക്ഷേ ഈ ഒപ്പിട്ട് വന്നതിന് ശേഷമൊക്കെ എനിക്ക് ഉൾപ്പെടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു വിഷയമായിട്ടാണ് ഞങ്ങളിവിടെ സമരം നടത്തിയത്. ഈ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് കൃഷി ഓഫീസിൽ എന്നുള്ള നിലയ്ക്ക് ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വേറെ ബിന്നാണ് ചെയ്യുന്നത്. സപ്ലൈകോന്ന് പറഞ്ഞിട്ട് ബിന്നാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതെ, കൃഷിഭവൻ എന്ന് പറയുന്നത് ഈ കർഷകർ ഇത്ര ഏരിയയിൽ നെല്ല് ഉത്പാദിപ്പിച്ചല്ലോ എന്നുള്ള കാര്യങ്ങൾ മാത്രം വെരിഫൈ ചെയ്യാനാണ് കൃഷിഭവൻ ഓൺലൈനായിട്ടുള്ള അപേക്ഷ നമുക്ക് വെരിഫൈ ചെയ്യുന്നത്. ഒന്നും ഇല്ലല്ലോ, അതാണ് പ്രൊസീജിയർ. ബാക്കി ഇപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കർഷക മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സദാനന്ദൻ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ BJP തരൂർ മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് ചെമ്പയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി മോഹൻദാസ്, കർഷക മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ശിവപ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പെരിങ്ങോട്ടുകുറിശി BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാഘവൻ, ജനറൽ സെക്രട്ടറി രാജീവ്, കർഷക മോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ ട്രഷറർ സുരേഷ് ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു പെരിങ്ങോട്ടുകുറിശി, പഞ്ചായത്ത് അംഗങ്ങളായ സരിത സന്തോഷ്, അജീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.